ബ്രില്യൻ റിപ്പീറ്റേഴ്സ് 2025. പ്ലസ് ടുവിന് ശേഷമാവും ഒരു പക്ഷേ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ആലോചിക്കുക ഇനി എന്ത് ചെയ്യണമെന്നുള്ളത്. എൻട്രൻസ് എക്സാമുകളിലൂടെ രാജ്യത്തെ പ്രസ്റ്റീജ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് ഒരു മികച്ച കരിയർ, അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണണം. ലോക ഭൂപടത്തിൽ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിലും പുതിയ ടെക്നോളജിയുടെ കാര്യത്തിലും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മുൻപന്തിയിൽ എത്തിക്കുന്നത് രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിറങ്ങുന്ന അതിപ്രഗത്ഭരായ വിദ്യാർത്ഥികളാണ്. NIT, IIT, എയിംസ്, ജിപ്മർ, AFMC തുടങ്ങി രാജ്യത്തെ വിവിധ പ്രസ്റ്റീജ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉൾപ്പെടെ മലയാളികളുടെ സാന്നിധ്യം എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ ബ്രില്യന്റിനും അഭിമാനിക്കാം. കാരണം ബ്രില്യന്റിന്റെ 40 വർഷത്തെ വിജയയാത്രയുടെ ഭാഗമായത് ഇതിനോടകം 100,000 ഡോക്ടർമാരും 1.5 ലക്ഷം എഞ്ചിനീയർമാരുമാണ്. 2025 മലയാളി വിദ്യാർത്ഥികളെ രാജ്യത്തെ വിവിധ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എത്തിക്കുക എന്ന ഏക ലക്ഷ്യവുമായി ബ്രില്യന്റ് ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് പ്രോഗ്രാമായ റിപ്പീറ്റേഴ്സ് 2025 ആരംഭിക്കാൻ പോവുകയാണ്. അതെ, ബ്രില്യന്റ് 2025 വിജയത്തിന്റെ ജൈത്ര യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളുടെ ആദ്യ ചോയ്സായി ബ്രില്യൻ സ്റ്റഡി സെന്റർ മാറുന്നതിന് പിന്നിൽ എന്തായിരിക്കാം? ബ്രില്യന്റിൽ ഇത്ര വിജയ ശതമാനം ഉണ്ടാവുന്നതിന് പിന്നിൽ എന്തായിരിക്കാം വിജയത്തിനായി ബ്രില്യൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ആ സിസ്റ്റം? എന്താണ് 40 വർഷത്തെ ലെഗസി? ചോദ്യങ്ങൾ ഇങ്ങനെ നിരവധിയാണെങ്കിലും ഉത്തരം വളരെ സിമ്പിളാണ്. ഏത് എൻട്രൻസ് എക്സാമുകളുടെ റിസൾട്ട് എടുത്താലും അതിലെ മലയാളി വിദ്യാർത്ഥികളിൽ 90% ബ്രില്യന്റിലെ ആയിരിക്കും. ഇന്ത്യയിലെ എത്ര വലിയ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നാലും അവിടെയുള്ള 90% മലയാളി വിദ്യാർത്ഥികളും പഠിച്ച സ്ഥാപനത്തിന്റെ പേരും ബ്രില്യന്റ് എന്നായിരിക്കും. ഒരുപാട് വിദ്യാർത്ഥികളുടെ ശോഭന ഭാവി എന്നതിൽ ഉറച്ചു നിന്ന് ആവേശമൊട്ടും ചോരാതെ എപ്പോഴും ബ്രില്യന്റിനെ മുന്നോട്ട് നയിക്കുന്നത് ബ്രില്യന്റിന്റെ എല്ലാമായ 4 ഡയറക്ടേഴ്സാണ്. സെബാസ്റ്റ്യൻ ജി മാത്യു, ജോർജ് തോമസ്, സ്റ്റീഫൻ ജോസഫ്, സന്തോഷ് കുമാർ. ഇവരെ 4 പേരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഡയറക്ടർ സ്റ്റീഫൻ സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. റിപ്പീറ്റേഴ്സ് 2025 വലിയ ക്രമീകരണങ്ങളൊക്കെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് റിപ്പീറ്റേഴ്സ് 2025 നമ്മുടെ ക്രമീകരണങ്ങൾ? മുൻ വർഷങ്ങളെക്കാൾ കുറച്ചുകൂടെ വിപുലമായ, കുറച്ചുകൂടെ കൂടുതൽ സെന്ററുകൾ തുടങ്ങിക്കൊണ്ട് വിപുലമായ രീതിയിൽ, കാരണം ഇപ്പോൾ നമുക്ക് ഏതാണ്ട് കേരളത്തിലെ ഒരു 85% റിസൾട്ട് എഞ്ചിനീയറിംഗിലും മെഡിക്കലിലും ആയി കഴിഞ്ഞു. എങ്കിലും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടേണ്ടിയിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. യഥാർത്ഥ റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ പ്ലസ് 2 ആണെങ്കിൽ പോലും ഞങ്ങളുടെ ക്രമീകരണങ്ങൾ വളരെ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു. ഓൾറെഡി രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന 7 സെൻറ്ററുകൾക്കപ്പുറത്ത് കണ്ണൂരും കോട്ടക്കലും ആരംഭിക്കുകയാണ്. ഇത് പറഞ്ഞ ഏത് സെൻറ്റർ ചെന്നാലും കൊടുക്കുന്ന ഫെസിലിറ്റികൾ ഒന്ന് തന്നെയായിരിക്കും. അവിടെ ഞങ്ങളുടെ ക്യാമ്പസ് ഉണ്ടാവും, നല്ല സൗകര്യപ്രദമായ ക്യാമ്പസ്, കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനും ഒപ്പം ക്ലാസ്സില്ലാത്ത സമയങ്ങളിൽ ഇരുന്ന് റെഫറൻസ് സൗകര്യം ഉപയോഗിക്കാനും 7 ഡേയ്സും അവർക്ക് ഞങ്ങളുടെ ഫാക്കൽറ്റികളുടെ സേവനം ഉപയോഗിക്കുന്ന രീതിയിലുള്ള ക്രമീകരണം ചെയ്തു. ഒപ്പം ഈ എല്ലാ സ്ഥലങ്ങളിലും ഹോസ്റ്റലുകൾ ക്രമീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള എങ്ങനെ കുറച്ചുകൂടെ റിസൾട്ട് 10-നകത്ത് 9 റാങ്കുകളേ ഉള്ളൂ. എന്തുകൊണ്ട് അത് 10-ൽ 10 ആയിക്കൂടാം? അതിനുള്ള നല്ല കുട്ടികളെ ഞാൻ കിട്ടുന്നുണ്ടല്ലോ. ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായും സർ, അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. 40 വർഷത്തെ വിജയം, അതിൽ നിന്ന് ബ്രില്യന്റ് ആർജിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുമുണ്ട്.
മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിംഗിൻ്റെയും ഈ മേഖല ബ്രില്യൻറ്റിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ തന്നെയാണെന്ന് സാർ എപ്പോഴും പറയാറുമുണ്ട്. മറ്റു പല മേഖലകൾ ശക്തമാകുന്ന ഈ കാലഘട്ടത്തിലും എൻട്രൻസിൽ മാത്രം ബ്രില്യൻ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ബിസിനസ്സുകാരെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ അടുത്ത് വരുന്ന കുട്ടികളെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കാം, എന്തിനും മറ്റൊരു മേഖലയിലേക്ക് പോകണം, മറ്റു മേഖലയിലേക്ക് പോയിട്ട് ഞങ്ങളുടെ ക്വാളിറ്റിയിൽ എന്തിനു കുറവ് വരുത്തണം. പലരും ഞങ്ങളോട് ഫ്രാഞ്ചൈസി തരാമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ പേര് മാത്രം മതി, മെറ്റീരിയൽ മാത്രം മതി, ഞങ്ങളുടെ പേര് ഉപയോഗിച്ച് അങ്ങനെ കളിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങൾ ഇപ്പം ഞാൻ കുറേ സെൻറ്ററുകളുടെ പേര് പറഞ്ഞെങ്കിൽ അവിടെ ഒരു സെൻറ്റർ നടത്തുകയാണോ അതിന് മേൽനോട്ടത്തിന് അതിൻ്റെ സൂപ്പർവിഷന് ഒരു ഡയറക്ടറുണ്ട്. അല്ലാതെ മറ്റാളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ മാറി നിൽക്കുകയില്ല. നമുക്ക് ധാരാളം കുട്ടികൾ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ധാരാളം മിടുക്കരായ കുട്ടികൾ നമുക്ക് മെഡിക്കലിനാണെങ്കിലും എഞ്ചിനീയറിങ്ങിനാണെങ്കിലും ഓരോ വർഷവും നമ്മുടെ ഇൻടേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആകപ്പാടെ ഉണ്ടാകുന്നൊരു വിപുലീകരണം എന്ന് പറഞ്ഞാൽ കേരളത്തിന് വെളിയിൽ സെൻറ്ററുകൾ തുടങ്ങുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷം ദുബായിൽ ഒരു സെൻറ്റർ ഓപ്പൺ ചെയ്തിരുന്നു. ഈ വർഷം അടുത്ത അക്കാദമിക്കിൽ ഖത്തറിൽ ഞങ്ങളുടെ ഒരു സെൻറ്റർ ഒരു സ്കൂളുമായിട്ട് പ്രോഗ്രാമുമായിട്ട് ചേർന്ന് അപ്പോൾ അങ്ങനെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്തുനിന്ന് മാറാതെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സർവീസ് കുറേ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുക എന്ന് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അക്ഷരാർത്ഥത്തിൽ സ്റ്റീഫൻ സാർ പറഞ്ഞത് ശരിയാണ്. സാർ, ഒരു ചോദ്യം കൂടി. ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലും ബ്രില്യൻറ്റിനെ തളർത്താനാവില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കോവിഡ് കാലത്തെ നമ്മളുടെ റിസൾട്ട്. ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ ബാച്ചുകൾക്ക് ഏറ്റവും വലിയ സ്വീകാര്യത ലഭിച്ച സമയവുമാണത്. 2025 ബ്രില്യൻറ്റ് റിപ്പീറ്റേഴ്സിൻ്റെ ഓൺലൈൻ ബാച്ചുകളെക്കുറിച്ചും അതിൻ്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും കൂടി ഒന്ന് വിശദീകരിക്കാമോ? 2020 മാർച്ച് മാസത്തിൽ കോവിഡ് മൂലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചപ്പോൾ ശരിക്കും പറഞ്ഞ് ഞങ്ങൾക്കൊരു വലിയൊരു പ്രതിസന്ധിയായിട്ടാണ് പരിപാടി. എന്ത് ചെയ്യും, മുന്നോട്ട് പോകും? അതുവരെ ഞങ്ങൾ ചിന്തിക്കാത്തൊരു മേഖലയായിരുന്നു ഓൺലൈൻ പ്രോഗ്രാമിലേക്ക്. ഞങ്ങൾക്ക് ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ട് പോകുന്നു. ഈ സ്ഥാപനങ്ങൾ അടയ്ക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ വിവിധങ്ങളായ കോഴ്സുകൾ ഒരുപാട് കുട്ടികൾ റിപ്പീറ്റേഴ്സും ലോങ് ടൈമും റെസിഡൻഷ്യലുമായിട്ട് ഏതാണ്ടൊരു 20,000-30,000-ഓളം കുട്ടികൾ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് അതങ്ങെല്ലാം അവസാനിക്കുകയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചേഞ്ച് അല്ലെ ആ ഒരു സ്തംഭനാവസ്ഥ ബ്രില്യൻറ്റിനെ ഒരുപാട് വളർത്തുകയാണ് ചെയ്തത്. അതിനുവേണ്ടി കിട്ടാവുന്ന എല്ലാ സോഷ്യൽ മീഡിയാസും പ്ലാറ്റ്ഫോംസും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആനിമേഷനും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളോടെ കൂടി അതിനൊരു ടീം തന്നെയുണ്ട്. അവർ ഈ ക്ലാസ്സുകൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നാണ് നോക്കുന്നത്. അതിനകത്ത് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ കഴിഞ്ഞ 2 വർഷത്തെ മെഡിക്കലിൻ്റെ 1ാം റാങ്ക്. അപ്പം എല്ലാവരും ഓൺലൈൻ വേണമെന്ന് ഞാൻ പറയുന്നില്ല. അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒട്ടും ഡൈവേർഷൻ ഇല്ലാതെ വീട്ടിലിരുന്ന് പേരൻസിൻ്റെ സൂപ്പർവിഷനോടെ, അവിടെ ഒരു കാര്യമുണ്ട്, പേരൻസിൻ്റെ സൂപ്പർവിഷൻ. അവർ എന്ത് ക്ലാസ് കാണുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പേരൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓഫ്ലൈൻ ക്ലാസ്സിനൊപ്പം തന്നെ ക്വാളിറ്റിയുള്ള ക്ലാസ് പ്രോഗ്രാമായിട്ട് മാറിക്കോളും ഓൺലൈൻ. അതും ഇപ്പോൾ ഞങ്ങൾ അതിനുള്ള ക്രമീകരണങ്ങളും, അതായത് ഇപ്പോൾ ഞങ്ങളുടെ ഏത് പ്രോഗ്രാം നടന്നാൽ ഫൗണ്ടേഷൻ ആയാലും ലോങ് ടൈം പ്രോഗ്രാം ആയാലും റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്, റിപ്പീറ്റേഴ്സ് ആണോ, ഓഫ്ലൈൻ ഉണ്ടോ, ഒപ്പം ഓൺലൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതുവഴി നമുക്ക് കൂടുതൽ പേരെ ഈ പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചെന്നുള്ളതാണ്. ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്ന് 1 ലക്ഷത്തിലധികം ഡോക്ടർമാരെയും 1.5 ലക്ഷത്തിലധികം എഞ്ചിനീയർമാരെയും സംഭാവന ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ. 1984 പാല സെന്റ് തോമസ് കോളേജിന് തൊട്ടടുത്തായുള്ള ഓടിട്ട ഒരു ചെറിയ കെട്ടിടത്തിൽ ഈ സ്ഥാപനം ആരംഭിക്കുമ്പോഴും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഈ സ്ഥാപനത്തിനുണ്ടായിരുന്നുള്ളൂ. ആത്മാർത്ഥമായി ലക്ഷ്യം ആഗ്രഹിച്ചു വരുന്ന വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തി ശോഭനമായ ഭാവി നൽകുക. അതിനായി പഠനത്തിനും അധ്യാപനത്തിനും ഏറ്റവും നിലവാരമുണ്ടാകണമെന്ന തിരിച്ചറിവും ദീർഘവീക്ഷണവും. 40 വർഷം പിന്നിടുമ്പോൾ ഇന്നെത്തി നിൽക്കുന്നത് കേരളത്തിലെ
എല്ലാ ജില്ലകളിലേക്കുമാണ്. 1984 വെറും 5 വിദ്യാർത്ഥികളുമായി ഓടിട്ട ഒരു ചെറിയ കെട്ടിടത്തിൽ തുടങ്ങിയ ബ്രില്യന്റ് പിന്നീട് നാൾക്കുനാൾ വളരുന്ന കാഴ്ച കേരളം സാക്ഷ്യം വഹിച്ചതാണ്. അതിനു പിന്നിൽ മറ്റൊന്നുമല്ല, കേരളത്തിൽ എൻട്രൻസ് രംഗത്ത് സൃഷ്ടിക്കുന്ന റിസൾട്ടിന്റെ വിപ്ലവ വിജയം തന്നെയാണ്. കോട്ടയം, പാല, എറണാകുളം, തൃശൂർ, ട്രിവാൻഡ്രം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി, മലപ്പുറം, കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലേക്കെല്ലാം ബ്രില്യന്റിന്റെ ക്യാമ്പസ് വിപുലമാക്കിയിരിക്കുകയാണ്. എല്ലാ സെന്ററുകളിലും ഒരേ ക്രമീകരണങ്ങളാണ്, ഒരേ സൗകര്യങ്ങളാണ് ബ്രില്യന്റ് ഒരുക്കിയിരിക്കുന്നത്. റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ നമ്പർ 1 സബ്ജക്ട്സ് എക്സ്പെർട്ട് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് എത്തുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. പാലായിൽ തന്നെ ബ്രില്യന്റിന് 3 ക്യാമ്പസുകളുണ്ട് എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. ഇതുകൂടാതെ ദുബായിലും ഇപ്പോൾ ബ്രില്യന്റിന് സെന്ററുണ്ട്. റിപ്പീറ്റേഴ്സ് 2025 ബാച്ചുകളെ വരവേൽക്കാൻ ബ്രില്യന്റ് തയ്യാറായി കഴിഞ്ഞു. കൃത്യമായ പരിശീലനമാണ് ബ്രില്യന്റിലെ എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നതിന് പിന്നിൽ ബ്രില്യന്റ് ടീമിന്റെ ചിട്ടയായ തയ്യാറെടുപ്പുകളുമുണ്ട്. അതിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി നമ്മളോട് സംസാരിക്കാനായി ജസ്റ്റിസ് സാറും നമ്മളോടൊപ്പം ചേരുന്നു. കൃത്യമായ പരിശീലനമെന്ന് ശിവൻ സാർ പറഞ്ഞ ആ വാക്കിൽ എല്ലാം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിലാണ് ക്ലാസുകൾ. ദിവസവും 6 മണിക്കൂർ വീതമാണ് വിദ്യാർത്ഥികൾക്കായി ക്ലാസുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എല്ലാ ദിവസങ്ങളിലും 2 മണിക്കൂർ വീതം ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റിയും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ വർഷം 4 ദിവസങ്ങളിലും വിദ്യാർത്ഥികൾ യൂണിഫോമാണ് ധരിക്കേണ്ടത്. ഒരു ദിവസം വിദ്യാർത്ഥികൾക്ക് കളർ ഡ്രസ് ഇടാം. ഇതുകൂടാതെ അക്കാദമിക്സിൽ മുൻപന്തിയിൽ ഇടം പിടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി A+ ബാച്ചുകൾ തന്നെ ബ്രില്യന്റ് രൂപപ്പെടുത്തുന്നതാണ്. ഇനി വിദ്യാർത്ഥികളെയെല്ലാം തന്നെ നിർണായക വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ഹെവി പരിപാടിയുണ്ട്. എല്ലാ തിങ്കളാഴ്ചയിലെയും എക്സാമുകൾ. അതിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന കോൺഫിഡൻസ് അത് വാക്കുകൾക്കതീതമാണ്. ഇതിനോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ബുക്കുകൾ അടങ്ങുന്ന ലൈബ്രറിയും അതിനോട് ചേർന്നുള്ള റഫറൻസ് ഫെസിലിറ്റിയും ഒക്കെ ഏകദേശം 9 മണി വരെ ക്യാമ്പസിൽ സജീവമാണ്. കുട്ടികൾ മാത്രമല്ല റഫറൻസിന് ഇരിക്കുക എന്നതും എടുത്തു പറയണം. ബ്രില്യന്റിലെ ക്ലാസ് മെന്റേഴ്സിന്റെ ഒരു മേൽനോട്ടവും ഓരോ റൂമുകളിലും കുട്ടികളോടൊപ്പം ഉണ്ടാവാറുണ്ട്. പിന്നീട് കൃത്യമായി കുട്ടികൾ ഹോസ്റ്റലിലെത്തി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഹോസ്റ്റലിലെത്തിയ ശേഷവും കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും അവിടുത്തെ വാർഡന്മാർ ഒരുക്കിയിരിക്കുന്നു. ഇനി അടുത്ത ദിവസത്തെ ക്ലാസ്സുകളിലേക്ക് കുട്ടികൾ എത്തുകയാണ്. ഇതാണ് ഒരു ദിവസത്തെ തയ്യാറെടുപ്പുകൾ. ഇങ്ങനെയുള്ള ഒരുപാട് ദിവസങ്ങൾ ചേരുന്നതിൽ നിന്നാണ് ബ്രില്യന്റിൽ നിന്നും ഇത്ര വലിയ റിസൾട്ടുകൾ ഉണ്ടാവുന്നത്. എല്ലാ വർഷവുമുള്ള ഈ വലിയ വിജയത്തിന് പിന്നിൽ അധ്യാപനത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെ തന്നെ ഈ മേഖലയിലെ നമ്പർ 1 പ്രൊഫസർമാരാണ് ബ്രില്യന്റിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ എടുക്കുന്നത്. വർഷങ്ങൾ നീണ്ട എക്സ്പീരിയൻസ് ഉള്ളവർ, പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നിരവധി പ്രൊഫസർമാർ. മായറാണി ടീച്ചർ, നമസ്കാരം ശിവൻ സാർ. ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങൾ പ്രൊഫസേഴ്സ് എല്ലാവരും തന്നെ 2025 ഞങ്ങളുടെ വിദ്യാർത്ഥിനികളെ വരവേൽക്കാനായി തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. തയ്യാറെടുപ്പ് തുടങ്ങി എന്ന് പറയുമ്പോൾ ശിവൻ സാറിന് ഇപ്പോൾ ഇവിടെ കാണാം. ഞങ്ങളുടെ 500-ലധികം വരുന്ന പ്രൊഫസേഴ്സിന്റെ ഏറ്റവും ചെറിയ ഗ്രൂപ്പ് ഇവിടെ 2025 സ്റ്റുഡൻസിന് കൊടുക്കാനായിട്ടുള്ള മെറ്റീരിയൽ പ്രിപ്പറേഷന്റെ തിരക്കിലാണ്. ഇതുപോലെ പല സെന്ററുകളിൽ പല കാര്യങ്ങൾക്ക് മെറ്റീരിയലുകൾ, ക്വസ്റ്റ്യനുകൾ, അത് മാത്രമല്ല ഓരോ അധ്യാപകനും ക്ലാസ്സിൽ ചെന്ന് പറയേണ്ട കണ്ടന്റുകൾ പോലും ഏറ്റവും യൂണിഫോം ആയിട്ട് വിലയിരുത്തി അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരാതെ കുഞ്ഞുങ്ങൾക്ക് ഒരു പോയിന്റ് പോലും നഷ്ടപ്പെടാതെ പഠിക്കാനും, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ എല്ലാം മക്കളായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ അവരോട് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് പോലും ഈ ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഓൾ ഓവർ ദ ഇന്ത്യയിലുള്ള കേരളൈറ്റ്സ് ആൻഡ് നോൺ കേരളൈറ്റ്സ് ആയിട്ടുള്ള എല്ലാ അധ്യാപകരും 50-60 വർഷം അവരുടെ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇവിടെയുള്ള ഓരോ വർക്ക്ഷോപ്പുകളിലും നമുക്ക് കാണാൻ പറ്റും. അതിന്റെ എല്ലാം പരിണിത ഫലമാണ് ഓരോ വർഷവും ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ തിളക്കമാർന്ന റിസൾട്ട്. ടീച്ചർ, എന്താണ് പ്രൊഫസർമാരുടെ ഭാഗത്തു നിന്നും നമ്മളോട് പറയാനുള്ളത്? സാറേ, 2025 വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ പ്രിപ്പറേഷൻ ആണ്. എല്ലാവരും ഇല്ല എങ്കിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഞങ്ങൾ കുറേ പേര് ഒരുമിച്ചിരുന്ന് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്.
അപ്പോൾ ഒരാൾക്ക് ഉള്ള ഒരു ഐഡിയ മാത്രമല്ല ക്വസ്റ്റ്യനിലേക്ക് വരിക, ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് അപ്പോൾ പുതിയ മെത്തേഡുകൾ അല്ലെ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ എല്ലാം കുട്ടികൾക്ക് എത്താൻ വേണ്ടിയിട്ട്. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ സീനിയർ അധ്യാപകരുടെ വർഷങ്ങളായുള്ള എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ജൂനിയർ അധ്യാപകരുടെ ടെക്നോളജിക്കൽ സ്കിൽ, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഓരോ വർഷവും ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ കുട്ടികളെ വരവേൽക്കാനായി തയ്യാറെടുക്കുന്നത്. മാത്രവുമല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന പല അധ്യാപകരും കേരളത്തിന്റെ വിവിധ സെന്ററുകളിൽ പോയി ക്ലാസ് എടുത്ത് എല്ലാ വർഷവും അതിന് തയ്യാറെടുക്കുകയാണ്. നമുക്ക് വർഗീസ് സാറിനോട് ചോദിക്കാം. സാർ, കഴിഞ്ഞ വർഷം സാറ് അങ്ങോളം ഇങ്ങോളം കേരളത്തിന്റെ എല്ലാ സെന്ററുകളിലും പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ വർഷവും അങ്ങനെ തയ്യാറെടുക്കുകയാണെന്ന് അറിയാം. എങ്ങനെയാണ് ഒരു തയ്യാർ? ഞാൻ കോഴിക്കോട് മിക്കവാറും നമ്മളെല്ലാ പ്രോസസ്സും എല്ലാ സെന്ററിലും പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 1 മാസത്തോളം കോഴിക്കോട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാ സെന്ററിലും എല്ലാ ടീച്ചേഴ്സും പോകുന്നുള്ളതൊരു മസ്റ്റാണ്. ഞങ്ങൾ പോവുകയും ചെയ്യാൻ ഞങ്ങൾ വില്ലിങ്ങുമാണ് 100%. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ രംഗത്തെ വർഷങ്ങളുടെ അനുഭവ പരിചയം, അതുമാത്രമല്ല ഓരോ സബ്ജക്റ്റിലുമുള്ള ഡീപ്പ് നോളജ്, ഇതിനപ്പുറം ഓരോ കുട്ടിയെയും സ്വന്തം കുട്ടിയായിട്ട് ചേർത്ത് പിടിച്ച് നിർത്തുവാനുള്ള കഴിവ്, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരുമായിട്ടാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ ഈ വർഷവും 2025 തയ്യാറെടുക്കുന്നതെന്ന സന്തോഷത്തോടെ തന്നെ ഞാൻ ഈ റിപ്പോർട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ടീച്ചർ, ഒരുപാട് നന്ദി. ഏറ്റവും അധികം സന്തോഷത്തോടു കൂടിയാണ് എല്ലാ പ്രൊഫസേഴ്സും അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നത്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എന്ന് കേൾക്കുമ്പോൾ മലയാളികളായുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യ എൻട്രൻസ് കോച്ചിങ് സെന്റർ എന്ന് പറയുന്നത് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ ആണ്. ഓഫ്ലൈനായി ബ്രില്യൻറ്റിന്റെ ക്ലാസ് റൂം ബാച്ചുകൾ പഠിക്കുവാനാണെങ്കിലും ഓൺലൈനായി റിപ്പീറ്റ് ചെയ്യുവാനാണെങ്കിലും മലയാളികളുടെ മനസ്സിലേക്ക് എത്തുന്ന ആദ്യ ഓപ്ഷൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കാം? വിശദാംശങ്ങളുമായി ജോർജ് നമ്മളോടൊപ്പം ചേരുന്നു. ശിവൻ സാർ, മലയാളികൾ ഇന്നോളം ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ 40 വർഷക്കാലമായി ഇപ്പോഴും വിശ്വസ്തത, സ്വീകാര്യതയൊക്കെ മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: റിസൾട്ടുകൾ. എൻട്രൻസ് എക്സാമുകളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് ഭൂരിഭാഗവും പത്രമാധ്യമങ്ങളിലൊക്കെ ഇടം പിടിക്കാറുള്ളത്. ഈ റിസൾട്ടുകളുടെ വ്യക്തമായ ഒരു ഗ്രാഫ് തന്നെ ഞാനിവിടെ പരിചയപ്പെടുത്താം. 1984 സ്ഥാപനം ആരംഭിക്കുമ്പോൾ 5 വിദ്യാർത്ഥികളാണ് ബ്രില്യൻറ്റിൽ ഉണ്ടായിരുന്നത് എന്ന് ഇതിനോടകം ശിവൻ സാർ ഉൾപ്പെടെ നിരവധി പേർ അഭിപ്രായപ്പെടുകയുണ്ടായി. ആ 5 വിദ്യാർത്ഥികളിൽ 4 പേർ എഞ്ചിനീയറിംഗിലും ഒരാൾ മെഡിക്കൽ മേഖലയിലേക്കും നല്ലൊരു സ്കോർ കരസ്ഥമാക്കി എത്തിച്ചേരുകയാണ്. പിന്നീട് ബ്രില്യൻറ്റിന് അന്ന് ലഭിച്ച ആ കോൺഫിഡൻസ്, ബ്രില്യൻറ്റിലെ അധികാരികൾക്ക് അന്ന് ലഭിച്ച ആ ദീർഘവീക്ഷണം, അത് തന്നെയാണ് എൻട്രൻസ് മേഖലയിലെ റെവല്യൂഷണറി ഇറ ഓഫ് ഗ്രോത്ത് എന്ന തലക്കെട്ടോടെ ബ്രില്യൻറ്റിനെ മറ്റെല്ലാ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും വ്യത്യസ്തമാക്കിയതും. ഇന്ന് ഈ കാണുന്ന ഇത്ര വലിയ നിലയിലേക്ക് എത്തിച്ചതിന് പിന്നിലും ഇത് തന്നെയാണ്. 2023 നീറ്റ്, ജെഇ മെയിൻ, ജെഇ അഡ്വാൻസ്ഡ് എല്ലാം ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളായ ആര്യ, ആഷിഖ് സ്റ്റനി, സഞ്ജയ് പി മല്ലർ എന്നിവരാണ് കേരളത്തിൽ 1ാമത് ഇടം പിടിച്ചത്. ആ വർഷം നീറ്റിൽ ആദ്യ 10 റാങ്കിനുള്ളിൽ 9 ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളായിരുന്നു എന്ന് ഏറെ അഭിമാനത്തോടുകൂടി പറയട്ടെ. 2022 ഇതിന്റെ തനി ആവർത്തനം എന്ന് തന്നെ നമുക്ക് പറയാം. നന്ദിത, തോമസ് ബിജു, വിശ്വനാഥ് വിനോദ് എന്നിവരായിരുന്നു വിവിധ എൻട്രൻസ് എക്സാമുകളിൽ കേരളത്തിൽ നിന്നും 1ാമതെത്തിയത്. എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. ഈ ഗ്രാഫുകൾ കണ്ടാൽ തന്നെ അറിയാം, റിസൾട്ടുകളുടെ എണ്ണം ഓരോ വർഷം കഴിയുമ്പോഴും കൂടിക്കൂടി വരികയാണ്. അങ്ങനെ 2023 മാത്രം കണക്കുകൾ എടുക്കുമ്പോൾ 4000 MBBS സീറ്റുകളിലേക്ക് ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ ഇടം പിടിച്ചു. അങ്ങനെ 41 വർഷത്തെ കണക്കുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ബ്രില്യൻറ്റ് എത്തുമ്പോൾ അത് 1000-ഉം കടന്ന് 10,000-ഉം കടന്ന് 1 ലക്ഷം എന്ന കണക്കിലെത്തുകയാണ്. ബ്രില്യൻറ്റിന്റെ കോച്ചിങ്ങിലൂടെ 1 ലക്ഷം ഡോക്ടർമാരും 1.5 ലക്ഷം എഞ്ചിനീയർമാരും ഇതിനോടകം കടന്നുപോയി. ഇത് തന്നെയാണ് മലയാളികൾ ഈ സ്ഥാപനത്തെ ഇത്രമേൽ ഏറ്റെടുക്കാൻ കാരണമായതും. ഇനി ഹോസ്റ്റൽ ഫെസിലിറ്റി. റിപ്പീറ്റേഴ്സ് 2025 ബ്രില്യൻറ്റിന്റെ ഹോസ്റ്റൽ ഫെസിലിറ്റികൾ. കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ടുള്ള ക്യാമ്പസുകളിൽ 10,000-കണക്കിലധികം വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുമ്പോൾ അവരുടെ താമസം, ഭക്ഷണം തുടങ്ങി അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളിലും ബ്രില്യൻറ്റ് വലിയ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് അനുഭവിച്ചറിഞ്ഞ വിദ്യാർത്ഥികൾ തന്നെ അതിനെക്കുറിച്ച് പറയുന്നതാവും കൂടുതൽ ഉചിതം. വിഷ്ണു സാർ കുറച്ച് കുട്ടികളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു സാർ, എന്താണ് കുട്ടികൾക്ക് ബ്രില്യൻറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റിയെ കുറിച്ച് നമ്മളോട് പറയുവാനുള്ളത്? അപ്പോൾ ശിവൻ സാർ, നമ്മുടെ ഹോസ്റ്റൽ സംവിധാനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങോളമുള്ള ബ്രില്യൻറ്റിൻ്റെ എല്ലാ സെൻറ്ററുകളും ആ സെൻറ്ററുകളോട് ചേർന്ന് തന്നെ ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള നല്ല അടിപൊളി ഹോസ്റ്റൽ സംവിധാനമാണ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലാ സെൻറ്ററിലാണ്. പാലായിൽ നമ്മുടെ
എ ബ്ലോക്കിനോട് ചേർന്ന നമ്മുടെ എമറാൾഡ് ഹോസ്റ്റലിലാണ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ എല്ലാം ഫേവറേറ്റ് ഹോസ്റ്റലാണ് എമറാൾഡ് ഹോസ്റ്റലിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുറച്ച് വിദ്യാർത്ഥികൾ എനിക്കൊപ്പം ചേരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് എങ്ങനെയുണ്ടായിരുന്നു ഹോസ്റ്റൽ ജീവിതം, ഹോസ്റ്റൽ എക്സ്പീരിയൻസ്, ആദ്യമായി ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് എങ്ങനെയുണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം ഡയറക്റ്റ് ചോദിക്കാം. അപ്പോൾ ശിവൻ സാർ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഫസ്റ്റ് ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ വിദ്യാർത്ഥികൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ആദ്യം ചോദിക്കാം അല്ലേ, എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ആ ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ആദ്യം വന്നപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നേ പിന്നെ ചുറ്റുള്ളവരും അതേ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഫാമിലീനെ മിസ് ചെയ്യാൻ അവർ സമ്മതിച്ചില്ല. പിന്നെ എന്താ പഠിക്കാൻ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം കോമ്പൻസേറ്റ് ആയി പോയി. ഹോസ്റ്റലാണെന്ന് തോന്നിയില്ല, ജസ്റ്റ് ലൈക്ക് മൈ ഹോം അങ്ങനെ തോന്നിയുള്ളൂ. ആദ്യമായിട്ട് ഹോസ്റ്റലിൽ വരുന്നതുകൊണ്ടൊരു ഭയാനകമായ അറ്റ്മോസ്ഫിയറാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല വെൽക്കമിങ് ആയിരുന്നു. വാർഡന്മാരായിക്കോട്ടെ, പിന്നെ റൂംമേറ്റ് അടിപൊളിയായിരുന്നു, ഫ്രണ്ട്സ് അടിപൊളിയാണ്, ഫെസിലിറ്റീസ് നല്ലതാണ്. ക്ലെൻലിനെസ് ആണെങ്കിലും നമുക്കൊരു ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്റ്റൽ ലൈഫ് നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കും, പക്ഷെ അങ്ങനെയൊന്നുമല്ല. പിന്നെ അറ്റ്മോസ്ഫിയർ, പഠിക്കുന്ന അറ്റ്മോസ്ഫിയർ ആണെങ്കിലും പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാവരും കാണുമ്പോൾ അതെ പഠിക്കണം എന്നുള്ളൊരു ഫീലുണ്ട്. അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്കിപ്പം അല്ലെ വീടിനെ മിസ് ചെയ്ത ഉടനെ തന്നെ മിസ്സുമാരോട് സംസാരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അതങ്ങ് റെഡിയാക്കി മാറ്റാം. പിന്നെ എക്സാംസ് ആണെങ്കിലും എക്സാംസിന് മാർക്ക് കുറഞ്ഞാലും എക്സാംസിന് കൂടിയാലും അത് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറയും, അത് തന്നെ കീപ്പ് ഓൺ ചെയ്യാൻ പറയും. പിന്നെ എക്സാംസിന് മാർക്ക് കുറഞ്ഞാൽ എന്ത് പറ്റി, എവിടെ പോയി, അങ്ങനെ മിസ്സുമാരെല്ലാം ഭയങ്കര സപ്പോർട്ടീവാണ്. എല്ലാ ഫ്ലോറിലെയും വാർഡന്മാർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർഡൻ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. വന്നപ്പോൾ തന്നെ ആദ്യത്തെ ഒരു 15 ഡേയ്സോളം ഫോൺ നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റിയതുകൊണ്ട് ആ ഒരു ഹോം സിക്നെസ് ഗ്രാജുവലി മാറ്റിയെടുക്കാൻ പറ്റി. പിന്നെ എല്ലാവരുമായിട്ട് പെട്ടെന്ന് തന്നെ കമ്പനിയായി. ആദ്യം കുറച്ച് ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇതെൻ്റെ റൂംമേറ്റാണ്, സോ ഷീ വാസ് വെരി നൈസ്. അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്കി എല്ലാ ഫ്രണ്ട്സായിട്ട് പെട്ടെന്ന് കോപ്പപ്പായി. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ? നമുക്കിവിടെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റീസ് ആണുള്ളത്. നമുക്ക് വൈഫൈ, ഇൻ്റർനെറ്റ് കണക്ഷൻ, നമ്മുടെ സ്റ്റഡി ഹാള്, നമ്മുടെ വാർഡന്മാരുടെ സപ്പോർട്ട്. ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ ആണ്. ഭയങ്കര എല്ലാവരും പഠിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോരുത്തർ പഠിക്കുന്ന കാണുമ്പോൾ നമുക്കും പഠിക്കണം, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഭയങ്കര മോട്ടിവേഷൻ കിട്ടും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വാർഡന്മാരുടെ അടുത്ത് പോയി സംസാരിക്കാം, ആരുടെ അടുത്ത് വേണമെങ്കിൽ സംസാരിക്കാം. അവർ അവരുടെ ടൈം എടുത്ത് നമ്മൾ കൂളാവുന്നവരെ നമ്മളോട് സംസാരിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല പഠിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. മുൻപ് ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ബ്രില്യനിലേക്ക് വന്നപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഹാളിൽ ഇരുന്ന് പഠിക്കാൻ പറ്റും. റൂമിലാണെങ്കിൽ നമുക്ക് അവർ ടേബിൾ ഇട്ടിട്ടുണ്ട്, എവിടെയാണോ കംഫർട്ട് അവിടെ ഇരുന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ അടിപൊളിയാണല്ലേ? അടിപൊളിയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റിയാണ്. നമുക്ക് പഠിക്കേണ്ട സമയത്തും ആവശ്യമുള്ള സമയത്തൊക്കെ ബുക്ക് എടുക്കാം. ഇവിടുത്തെ ലൈബ്രറിയിൽ ക്യാമ്പസിലുള്ള പോലത്തെ തന്നെ എല്ലാ ബുക്സും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം, റെഫർ ചെയ്യാം, ആവശ്യമുള്ള സമയത്ത് തിരിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഇതാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു ഹോംലി ഫുഡിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്? ആദ്യം വന്നപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നത്, മീൻസ് നല്ലോണം മിസ് ചെയ്ത് വിചാരിച്ച്. ബട്ട് ഇവിടെ വന്നപ്പോൾ അതുപോലത്തെ വീട്ടിൽ പോലത്തെ തന്നെ അത്യാവശ്യം നല്ല ഹോംലി ഫുഡായിട്ട് തന്നെ ഇവിടെ കിട്ടുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും, ലഞ്ചിന് തന്നെ കുറേ കറികളുണ്ടാവും. അപ്പോൾ നമുക്ക് വെജ്, നോൺ വെജ് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരിതാണ്. പിന്നെ വൈകിട്ടാണെങ്കിൽ ഓരോ ദിവസവും ഓരോ മെനു ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹോസ്റ്റലിൽ കിട്ടുന്ന ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കണം എന്ന് ആഗ്രഹിച്ച് കിട്ടുന്ന ആ ഒരു ഫുഡ് ഏതാണെന്ന് പറയാൻ പറ്റുമോ? ബിരിയാണിയാണ്, അത് തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. പിന്നെ സോയ ഇഷ്ടമാണ്, ഫിഷ് ഫ്രൈ ആണ് ഇഷ്ടം, നല്ലത്. ഗീ റൈസും ചിക്കൻ ഫ്രൈയും കിട്ടും, അത് ഇഷ്ടമാണ്. ബിരിയാണിയാണ് ഏറ്റവും ഫേവറേറ്റ്. പിന്നെ പുട്ടും കടലയും ഒക്കെ നല്ല രസമാണ്. ഉച്ചയ്ക്ക് കിട്ടുന്ന വെജ് ഫുഡ് ഭയങ്കര ടേസ്റ്റാണ്. അതിൽ തന്നെ സോയാബീൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ശിവൻ സാർ, നമ്മുടെ കുട്ടികൾ പറഞ്ഞത് കേട്ടല്ലോ. എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത് അടിപൊളിയാണ്, സൂപ്പറാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ എല്ലാ ഹോസ്റ്റലുകളിലും ഇത്രയും അധികം ഫെസിലിറ്റീസാണ് നമ്മൾ പുതുതായി വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ 2 ഭീമൻ ഹോസ്റ്റലുകൾ നമ്മുടെ പന്തത്തലയിൽ, പാലായോട് ചേർന്ന് നമ്മുടെ മുത്തോലിയോട് ചേർന്നുള്ള പന്തത്തല എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ അടിപൊളിയായിട്ടുള്ള 2 ഭീമൻ ഹോസ്റ്റലുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഹോസ്റ്റലും ഇതുപോലെയുള്ള ഒരുപാട് സൗകര്യങ്ങളാണ് നമ്മുടെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. 40 വർഷക്കാലമായി പുതിയ അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ട് ബ്രില്യൻ കാത്തുപരിപാലിക്കുന്ന ഒരു വലിയ സിസ്റ്റമുണ്ട്. തുടരെയുള്ള ഈ വിജയത്തിന്റെ പിന്നിൽ അത് വലിയൊരു ഘടകവുമാണ്. ചിലരുടെയൊക്കെ സംശയമാണ് മറ്റ് ജില്ലകളിലുള്ളത് ബ്രില്യന്റിന്റെ ഫ്രാഞ്ചൈസികളാണോ എന്ന്. ഒരിക്കലുമല്ല. ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ അധികാരികളുടെ
നേരിട്ടുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ ജില്ലയിലെയും സെന്ററുകൾ മുന്നോട്ട് പോകുന്നത്. ദൃശ്യങ്ങളിലേക്ക്. കേരളത്തിലുള്ള ബ്രില്യന്റിന്റെ എല്ലാ സെന്ററുകളിലും ഒരേ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എല്ലാ സെന്ററുകളും 4 ഡയറക്ടർമാരുടെ കൃത്യമായ മേൽനോട്ടത്തിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. ഡയറക്ടേഴ്സ് ബോർഡ് നടത്തുന്ന തീരുമാനങ്ങൾ എല്ലാ സെന്ററുകളിലും കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് കോർഡിനേറ്റേഴ്സ് കേരളത്തിലെ എല്ലാ സെന്ററുകളിലുമുണ്ട്. പുതിയതായി അപ്ഡേറ്റ് ചെയ്ത നിർദ്ദേശങ്ങൾ ഡയറക്ടർമാർ സെന്ററുകളിൽ നേരിട്ടെത്തിയോ കോർഡിനേറ്റേഴ്സ് മുഖാന്തിരമോ മറ്റ് സ്റ്റാഫ് അംഗങ്ങളിലേക്ക് എത്തിക്കുകയും അതിനെ ചർച്ചാ വിഷയമാക്കിയതിനു ശേഷം നല്ല അഭിപ്രായങ്ങളെ സ്വീകരിച്ച് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഉതകുന്ന വിധം തീരുമാനങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് അക്കാദമിക് രംഗത്തും ബ്രില്യന്റ് എപ്പോഴും ബ്രില്യന്റ് ആണെന്ന് പറയുന്നത്. ഇനി പഠിക്കാൻ നല്ല മിടുക്കരാണ്. എൻട്രൻസ് എക്സാമുകളിൽ വിജയിച്ച് രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ അതിയായ ആഗ്രഹവുമുണ്ട്. അതിനായി നല്ല കോച്ചിങ് അനിവാര്യമാണെന്ന തിരിച്ചറിവ് ആ കുട്ടിക്കുമുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി നന്നെ അലട്ടുന്നു എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ മിടുക്കരായ ഒരു വിദ്യാർത്ഥി പോലും തങ്ങളുടെ ലക്ഷ്യങ്ങളെ, സ്വപ്നങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല. ബ്രില്യന്റ് ഒപ്പമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വലിയ വലിയ വിജയങ്ങൾ നേടിയ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട് ബ്രില്യന്റിൽ. അതുകൊണ്ട് തന്നെയാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ എപ്പോഴും ഒരു മാതൃകാപരമായ സ്ഥാപനം കൂടിയാണെന്ന് മലയാളികൾ അഭിപ്രായപ്പെടാറുള്ളത്. ജസ്റ്റിസ് സാറിന്റെ വാക്കുകളിലേക്ക്. സാർ, ജീവിതത്തിലെ പ്രതിസന്ധികളെ വകവെക്കാതെ ആത്മവിശ്വാസത്തോടെ വിജയം നേടുമെന്ന ഉറച്ച തീരുമാനത്തോടെ ബ്രില്യന്റിലേക്ക് കടന്നു വന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി മടങ്ങിയ നിരവധി വിദ്യാർത്ഥികൾ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ബ്രില്യന്റിൽ. ചായക്കടയിൽ പാത്രം കഴിയുമ്പോഴും ഡോക്ടർ ആവണമെന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ബ്രില്യന്റിലേക്ക് കടന്നു വന്ന സൗരവ് ഇപ്പോൾ കാർവാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ MBBS സ്റ്റുഡന്റ് ആണ്. ഒരു കൊച്ചു ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും അതിരാവിലെ പത്രവുമായി ചെല്ലുന്ന ഒരു മിടുക്കി ഉണ്ടായിരുന്നു, റിസ്വാന. തമിഴ്നാട്ടിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒന്നായ നാമക്കല്ലിൽ വൈറ്റ് കോട്ടിട്ട് ഇപ്പോൾ നടക്കുന്ന കാഴ്ച അത്ര മനോഹരമാണ്. നമുക്കാർക്കും മറക്കാനാവാത്ത ഒരു ദുരന്തമുണ്ടായി മൂന്നാറിലെ പെട്ടിമുടിയിൽ. സ്വന്തം ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് പേർ അനാഥരായ ആ ദുരന്തത്തിൽ നിന്നും എന്റെ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹം ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു എന്ന് പറഞ്ഞ് ബ്രില്യന്റിലേക്ക് എത്തി മിടുക്കി ഞങ്ങളുടെ ഗോപിക. മോളിപ്പോൾ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുണ്ട്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകാലവും യാതനകൾ നിറഞ്ഞ കൗമാരവും പിന്നിട്ട് എല്ലാ പ്രാരാബ്ദങ്ങളെയും അതിജീവിച്ച് ലക്ഷ്യത്തിലെത്തിയതിന്റെ തെളിച്ചവും വെളിച്ചവും നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കുട്ടികളെ ബ്രില്യന്റിനറിയാം, മലയാളി സമൂഹത്തിനറിയാം. ലക്ഷ്യമുറച്ചതാണെങ്കിൽ സൗജന്യമായി ബ്രില്യന്റ് ഏറ്റെടുത്തോളും, ഉറപ്പ്. എൻട്രൻസ് മേഖലയിൽ ബ്രില്യന്റിനെ ആശ്രയിച്ചെത്തുന്ന വിദ്യാർത്ഥികൾക്കായി ബ്രില്യന്റ് നിരവധി ക്രമീകരണങ്ങൾ ഒരുപടി മുന്നേ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് നയിക്കാൻ ഇൻഡിവിജ്വലായുള്ള കെയറിംഗ് ആവശ്യമാണ്. അതിനായി ആയിരക്കണക്കിലധികം മെന്റർമാരാണ് ബ്രില്യന്റിലുള്ളത്. ഒരുപക്ഷെ മെന്റർ എന്ന് പറയുന്നതിലും കുറച്ചുകൂടി ഉചിതം പഠനത്തിലൂന്നി മുന്നോട്ടു പോകാൻ ആവശ്യമായ കൃത്യമായ ഗൈഡൻസ് നൽകാൻ ഒരു സഹോദരനെ അല്ലെങ്കിൽ ഒരു സഹോദരിയെ, അതുമല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനെ ബ്രില്യന്റ് എല്ലാ വിദ്യാർത്ഥികൾക്കുമായി ഒരുക്കിയിട്ടുണ്ട്. ഇനി ബ്രില്യന്റിലെ ക്യാൻറ്റീനും അവിടുത്തെ വിഭവസമൃദ്ധമായ ഭക്ഷണവും അത് വേറെ ലെവൽ. ഇവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവരും ഇവിടെ ഇപ്പോൾ പഠിക്കുന്നവരും ഇനി ഇവിടെ പഠിക്കാൻ വരുന്നവരും ഒരു കംപ്ലൈന്റും പറയില്ല. അത് ബ്രില്യന്റ് നൽകുന്ന ഗ്യാരണ്ടിയാണ്. എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ല ഉള്ളല്ലേ? എനിക്കോ എന്താണെന്ന് അറിയില്ല ചേച്ചി. ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല.
ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? രണ്ട് പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? എനിക്ക് ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. നീയൊക്കെ കണ്ണൂച്ച് പഴയപോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. കാന്റീൻ. ഭക്ഷണം കഴിക്കുന്നവരുടെ വയറ് നിറഞ്ഞാൽ പോരാ, മനസ്സും നിറയണമെന്നാണ് ചൊല്ല്. ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ കേരളത്തിലെമ്പാടുമുള്ള എല്ലാ സെന്ററുകളിലും രുചിയേറും വിഭവങ്ങൾ വിളമ്പുന്ന കാന്റീനുകളുണ്ട്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ബ്രില്യന്റ് കാന്റീനുകളിലെ വിഭവങ്ങളെപ്പറ്റി പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് 100 നാവാണ്. ഇവിടുത്തെ ഫുഡ് വളരെ നല്ലതാണ്. പല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട്. രാവിലെ ആണെങ്കിലും ഉച്ചയാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും എല്ലാം ബെറ്റർ ആണ്. സാമ്പാർ, മോര്, പിന്നെ മീൻകറി, ഇല്ലേ ഫിഷ് ഫ്രൈ, ഇല്ലേ ചിക്കൻ ഫ്രൈ, അങ്ങനെ ഓരോ ദിവസം മാറി മാറിയാണ്. ഇവിടുത്തെ ക്യാൻറ്റീൻ പറയുകയാണെങ്കിൽ ക്യാൻറ്റീൻ തന്നെ ഏറ്റവും വലിയ ക്യാൻറ്റീൻ തന്നെയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് അത്യാവശ്യം നല്ല വലിയ ക്യാൻറ്റീനാണ്. അപ്പമുണ്ട്, ഗ്രീൻ ബീൻസ് കറി ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് വീട്ടിലെ ഒന്നും മിസ് ചെയ്യത്തില്ല. അടിപൊളിയാ. റിപ്പീറ്റേഴ്സ് 2025 എൻട്രൻസ് പരിശീലനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികൾക്കായി ബ്രില്യന്റ് നിരവധി ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക്. സ്മാർട്ടായി എത്തുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് ബ്രില്യന്റ് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ സെന്ററുകളിലും അങ്ങനെ തന്നെയാണ് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം കോട്ടയം പാലായിൽ AC, നോൺ AC ക്ലാസ് മുറികൾ ക്രമീകരിച്ചിരിക്കുന്നു. മറ്റെല്ലാ ജില്ലകളിലും AC ക്ലാസ് മുറികളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ ക്ലാസ് മുറികളിലും സ്മാർട്ട് ബോർഡ് സൗകര്യങ്ങളുണ്ട്. 70ഓളം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടിരിക്കാവുന്ന വിധത്തിലാണ് ക്ലാസുകളുടെ അറേഞ്ച്മെന്റ്സുകൾ. അധ്യാപകർ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ഏറ്റവും ക്ലിയറായി വിദ്യാർത്ഥികളിലേക്ക് എത്തേണ്ടതുള്ളതുകൊണ്ട് തന്നെ സ്പീക്കർ ഫെസിലിറ്റിയും ക്ലാസുകളിൽ ക്രമീകരിച്ചിരിക്കുന്നു. ലേണിംഗ് ആപ്പ്. സാങ്കേതിക വിദ്യയുടെ ഈ വിപ്ലവകാലത്ത് ചിട്ടയോടെയുള്ള പഠനത്തിന്റെ പ്രസക്തിയെ തിരിച്ചറിയാനും അത് ജീവിതത്തിൽ പകർത്താനും വിദ്യാർത്ഥികൾക്ക് സഹായകമാകുന്ന ഒന്നാണ് 4.9 റേറ്റഡ് ബ്രില്യന്റ് ലേണിംഗ് ആപ്പ്. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് തന്റെ പഠനത്തിനാവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന തരത്തിലാണ് ലേണിംഗ് ആപ്പ് പ്രവർത്തിക്കുന്നത്. ലക്ഷക്കണക്കിന് എക്സാമുകൾ, ലൈവ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കായി റെക്കോർഡഡ് ക്ലാസുകൾ തുടങ്ങി അനവധി സൗകര്യങ്ങളാണ് വിദ്യാർത്ഥികളുടെ വിരൽത്തുമ്പിലെത്തുന്നത്. എല്ലാ ആപ്പ് സ്റ്റോറുകൾ വഴിയും വെബ്സൈറ്റിലൂടെയും ബ്രില്യന്റിന്റെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. റഫറൻസ്. ക്ലാസുകൾ കഴിഞ്ഞുള്ള ഫ്രീ ടൈം അല്ലെങ്കിൽ ഒഴിവു ദിവസങ്ങളിൽ ലഭിക്കുന്ന സമയം. ആ സമയത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് റഫറൻസ് സിസ്റ്റം. ഒരു അധ്യാപകന്റെ മേൽനോട്ടത്തിലായിരിക്കും റഫറൻസ് ഹാളുകൾ ക്രമീകരിക്കുന്നത്. ലൈബ്രറിയുടെ അകമ്പടിയോടെ പൂർണ്ണമായും ഒരു പഠന അന്തരീക്ഷം സൃഷ്ടിച്ച് ഏകാഗ്രതയോടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടതെല്ലാം റഫറൻസ് ഹാളുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. റഫറൻസിനിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രം ഡൗട്ട് ക്ലിയറൻസിനായി പ്രഗത്ഭരായ അധ്യാപകരുടെ ഒരു നിര തന്നെ സജീവമായി രംഗത്തുണ്ടായിരിക്കും. ഹെൽത്ത് കെയർ ടീം. ഒരു വിദ്യാർത്ഥിക്ക് സുഗമമായി പഠിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ഹെൽത്ത് കെയർ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും വലിയ പ്രാധാന്യമാണ് ബ്രില്യന്റ് നൽകുന്നത്. അതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ സെന്ററുകളിലും ക്യാമ്പസിനുള്ളിൽ തന്നെ ഡോക്ടർ, നഴ്സ് എല്ലാം അടങ്ങുന്ന ഒരു ഹെൽത്ത് ടീം തന്നെയുണ്ട്.
ആരോഗ്യപരമായ എന്തെങ്കിലും വ്യാകുലതകൾ ഉണ്ടാവുകയാണെങ്കിൽ പുറത്ത് ആശുപത്രികളിൽ പോകാതെ ക്യാമ്പസിനുള്ളിൽ തന്നെ അത് പരിഹരിക്കാൻ സാധിക്കും എന്നത് ബ്രില്യന്റിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. അതോടൊപ്പം തന്നെ കൗൺസിലിംഗിനുള്ള സൗകര്യം, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും മെന്റൽ ഹെൽത്ത് ഉറപ്പുവരുത്താനും എല്ലാ ദിവസവും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിന്റെ സേവനവും ബ്രില്യന്റ് ക്യാമ്പസുകളിലുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ. വിദ്യാർത്ഥികളുടെ ചിട്ടയായ പഠനത്തിന് ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളിലൊന്നാണ് ട്രാൻസ്പോർട്ടേഷൻ. ബ്രില്യന്റിലെ വിവിധ പ്രോഗ്രാമുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്യാമ്പസുകളിൽ എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് ട്രാൻസ്പോർട്ടേഷൻ വിഭാഗം നിർവഹിക്കുന്നത്. കഴിഞ്ഞ 40 വർഷത്തെ സ്ഥാപനത്തിന്റെ ക്രമാതീതമായ വളർച്ചയ്ക്കനുസരിച്ച് ഒരു വാഹനത്തിൽ നിന്നും 100ഓളം വാഹനങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. സ്കോളർഷിപ്പ്. നീറ്റ്, JEE അടക്കമുള്ള പരീക്ഷകളിൽ ദേശീയ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥിക്ക് ബ്രില്യന്റ് നൽകുന്നത് 1 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ്. കേരള മെഡിക്കൽ 1ാം റാങ്ക് നേടുന്ന കുട്ടിക്ക് 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ലഭിക്കും. കൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകളാണ് വിജയികളാകുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 100% വരെ സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള അവസരവും ബ്രില്യന്റ് ഒരുക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ്, CBSE ആൻഡ് ISE വിദ്യാർത്ഥികൾക്ക് അവരുടെ മാർക്കുകളുടെ അടിസ്ഥാനത്തിലും നീറ്റ് എഴുതിയ കുട്ടികൾക്ക് അവരുടെ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലും 10 മുതൽ 100% വരെ സ്കോളർഷിപ്പുകൾ ലഭിക്കും. ബ്രില്യൻ ക്രമീകരിച്ചിരിക്കുന്ന കൃത്യമായ സിസ്റ്റത്തിലൂടെ കടന്നുപോകുന്ന വിദ്യാർത്ഥികൾക്ക് വിജയം എന്നത് അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമല്ല. വിക്ടറി ഡേ. വിക്ടറി ഡേ എന്നാൽ ബ്രില്യന്റിനെ സംബന്ധിച്ച് അതിരില്ലാത്ത ആഘോഷങ്ങളുടെ ദിവസമാണ്. ലക്ഷ്യം നേടിയെടുത്തതിനു ശേഷം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒപ്പം ബ്രില്യന്റ് ഫാമിലിയും ഒന്നിക്കുന്ന ദിനം. കോടിക്കണക്കിന് രൂപയുടെ ക്യാഷ് പ്രൈസുകൾ അതിരില്ലാത്ത അഭിമാനത്തോടെ സാധ്യമാക്കി ഇന്ത്യയിലെ തന്നെ റാങ്ക് ജേതാക്കൾ വേദി കൈയടക്കും. എഞ്ചിനീയറിംഗിനും മെഡിക്കലിനും വെവ്വേറെ വിക്ടറി ഡേ സംഘടിപ്പിക്കും എന്നത് ബ്രില്യന്റിന്റെ മാത്രം പ്രത്യേകതയാണ്. ബ്രില്യന്റിന്റെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് നിങ്ങൾക്കും കടന്നു വരാം. 2025 എണ്ണം പറഞ്ഞ വിജയികളുടെ ഇടയിലേക്ക് നിങ്ങൾക്കും ഇടം പിടിക്കാം. സാധ്യതകൾ അനവധിയാണ്. തീരുമാനം നിങ്ങളുടേതുമാണ്. ഏറ്റവും മികച്ച ഒരു തീരുമാനം തന്നെയാകട്ടെ 2025 ബ്രില്യൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എന്നത്. മികച്ച നിലവാരത്തിൽ പരിചയസമ്പന്നരായ നിരവധി പ്രൊഫഷണൽസിന്റെ കീഴിൽ രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു സീറ്റ് ഉറപ്പിക്കാം. ബ്രില്യന്റിനൊപ്പം മാർച്ച് 1-ാം തീയതി മുതൽ brilliantpala.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് രജിസ്റ്റർ ചെയ്യുക. 2025 റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ ഭാഗമാവുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.